അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെയധികം വേദന തോന്നുന്ന ഒരു വാർത്ത ഇന്ന് കേട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്വർഗാനുരാഗിയായിട്ടുള്ള ഒരു സ്ത്രീ, അവൾ വിവാഹിതയാണ്. പക്ഷെ അവൾക്കെന്താണ് വേറൊരു സ്ത്രീയുമായിട്ട് എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ഒരു ബന്ധം അവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടിക്ക് ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അവൾ വിവാഹിതയാണ്. അപ്പോൾ ആ ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം ഇവർക്ക് പലപ്പോഴും അവരുടെ സ്വകാര്യമായ കൂടിച്ചേരലുകൾക്കും സംസാരങ്ങൾക്കും അതേപോലെ തന്നെ ചാറ്റിങ്ങുകൾക്കൊക്കെ എന്ത് ചെയ്യാണ്, പലപ്പോഴും സമയം കിട്ടാതെ വരികയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു ശല്യമായല്ലോ എന്ന ചർച്ച അവർ രണ്ടുപേർക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു 5 മാസം പ്രായമായിട്ടുള്ള കുട്ടിയാണ്. ഈ ഒരു കുട്ടിക്ക് അവർ മുല കൊടുക്കുന്ന സമയത്ത് മുല കൊടുത്തിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയെ മുല കൊടുത്തതിന് ശേഷം ശ്വാസം മുട്ടിച്ച് അവർ കൊന്നു. ഈ കുട്ടിയെ കൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾക്കും ചാറ്റിങ്ങുകൾക്കും സമയവും സൗകര്യവും കിട്ടാൻ ഈ ഒരു കുട്ടി തടസ്സമാകുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് ആ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ മുല കുടിക്കുന്ന സമയത്ത് എന്തോ അബദ്ധം സംഭവിച്ച് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള നിലക്ക് പറയുകയും, അതങ്ങനെ ഒരിക്കലും ഉമ്മ പറഞ്ഞാൽ പിന്നെ എല്ലാവരും വിശ്വസിക്കുമല്ലോ, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കൂലേ. പക്ഷേ അവളുടെ അവസാനത്തെ ഫോൺ ചാറ്റിങ്ങുകൾ നിരീക്ഷണം നടത്തിയ ഭർത്താവിന് അവരുടെ ചാറ്റിങ്ങുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ കുട്ടിയെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ, രേഖകൾ കിട്ടി, തെളിവുകൾ കിട്ടി. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവൾ ആ കുറ്റം എന്ത് ചെയ്തു, സമ്മതിച്ചു. ഇവിടെ ഒരു സ്വന്തം മാതാവ് കുട്ടിയെ കൊന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു അവിഹിതത്തിന് വേണ്ടിയിട്ടാണത്. നമ്മൾ പലപ്പോഴും അവിഹിത ബന്ധങ്ങളെ ഇന്ന് വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് കാണുന്നത്. അവിഹിത ബന്ധങ്ങൾക്ക് ഇന്ന് പറയുന്നൊരു പേര് സ്നേഹം എന്നാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് പൊതുവെ നല്ലൊരു പദമാണല്ലോ. നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നു, അച്ഛനെ സ്നേഹിക്കുന്നു, സുഹൃത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം എന്ന് പറയുന്നൊരു വികാരത്തെ ഏറ്റവും ഉദാത്തവും ഉത്തമവുമായൊരു വികാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മളിപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടാവും, അല്ലേ? മദ്യത്തോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടാവും. ജീവിതത്തിൽ പലതിനോട് മനുഷ്യൻ എന്ത് ചെയ്യും, ആസക്തിയും സ്നേഹവും ഉണ്ടായിരിക്കും. അതേപോലെ സെക്സിനോടുള്ള, അവിഹിതത്തിനോടുള്ള ഒരാസക്തിയാണ്, ഒരു സ്നേഹമാണ്, ഒരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സ്നേഹമെന്ന് പറയുന്നത്. അതൊരു വ്യക്തിയോടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, അതൊരു വ്യക്തിയോടുള്ള സൗഹൃദമായി, സ്നേഹമായി വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ആ സ്നേഹം അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നത് അടിസ്ഥാനപരമായി എന്താണ്, ഇത്തരത്തിലുള്ള ലൈംഗികമായ അവിഹിതമായ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് അതുണ്ടാവുന്നത്. അവിടെ അതാണ് കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയല്ലാത്ത ഏത് സ്നേഹമാണെങ്കിലും ഇപ്പോൾ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ കൊല്ലൂ. അപ്പോൾ ഇതല്ലാത്ത സ്നേഹം, ഇത്തരത്തിലുള്ള സ്നേഹങ്ങൾക്കുള്ള ഒരു പ്രശ്നം, അവിഹിതങ്ങൾക്കുള്ളൊരു അപകടം, അത് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, അത് പ്രാധാന്യമായി കാണുകയും ബാക്കിയുള്ളതെല്ലാം അപ്രധാനമായി കാണുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെപ്പോലും അപ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് അവിഹിതം എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് അത്തരം ബന്ധങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പോകുന്നവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിഹിതങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളാണ് അതുകൊണ്ട് തകരുന്നത്. ഒരു വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് മറ്റൊരാളോടൊരു ബന്ധം അവിഹിതമായി ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ആ ഭാര്യയോട് തോന്നേണ്ട, അല്ലെങ്കിൽ ഭർത്താവിനോട് തോന്നേണ്ട ആ യഥാർത്ഥമായ സ്നേഹവും ബന്ധവും അവിടെ എന്ത് ചെയ്യാണ്, ഇല്ലാതാവുകയാണ്. അവിടെ ഒരു കുടുംബമാണ് തകരുന്നത്, ഒരു ദാമ്പത്യമാണ് തകരുന്നത്, ഒരു ജീവിതമാണ് തകരുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും മാരകമായ കൊലപാതകങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു, അത് കാരണമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എത്രയോ കൊലപാതകങ്ങൾക്ക് കാരണം അവിഹിതങ്ങളാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇത്രയും മാരകമായ ദ്രോഹങ്ങളുണ്ടാക്കുന്ന ഒരു തെറ്റായതുകൊണ്ടാണ് അത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണെന്നും
അത് ശക്തമായി അത് അള്ളാഹു നമുക്ക് വിരോധിക്കുവാനുള്ള കാരണം അതാണ്. പലപ്പോഴും ഇതൊക്കെ നമ്മളങ്ങനെ ഒരു ആസൂത്രണം ചെയ്ത് വരുന്നതല്ല. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്തരം ചില കാര്യങ്ങളിൽ പെട്ടുപോവുകയും ആ താല്പര്യങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു, ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവിഹിതങ്ങൾ ഉണ്ടായിപ്പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കുകയും ഏതൊരു വ്യക്തിക്കും സ്വകാര്യമായി നമ്മളോട് സംസാരിക്കാനോ സംവദിക്കാനോ പറ്റുന്ന ഒരവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുകയും പരമാവധി നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും നമ്മുടെ ഈമാനിനെ, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിശ്വാസത്തെ എപ്പോഴും സജീവമായി നിലനിർത്തി തിന്മയോടൊരു വെറുപ്പും നന്മയോടൊരു സ്നേഹവും ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ ഈമാനികമായി എപ്പോഴും സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ മാനം പോയിപ്പോവും. മാത്രമല്ല, ഇത്തരം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപകടങ്ങളും അതേപോലെ തന്നെ അബദ്ധങ്ങളും പ്രവർത്തിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.